അസ്സലാമു അലൈക്കും. SR ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു കുക്കീസുമായിട്ടാണ്. റെഡിയാണല്ലോ? നമുക്കെങ്കിൽ അതിൻ്റെ സാധനങ്ങളൊന്ന് കണ്ടു നോക്കാം. ബാ, ഇതാ നോക്കൂ. ഞാനിവിടെ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 4 കപ്പ് മൈദ, 2 ടീസ്പൂൺ കോൺ പൗഡർ എടുത്തിട്ടുണ്ട്. അത് ആ മൈദയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മൈദയിലോട്ട് ഇട്ടൊന്ന് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ബേക്കിംഗ് സോഡ, ഇതും കൂടെയാണ് എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ചെറിയ ഒരു ടീസ്പൂൺ, അതെല്ലാം കൂടെ നമുക്ക് മാവിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇത് നമുക്കൊന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്ത ചേരുവകൾ എന്തെന്ന് നോക്കാം. ഇതാ നോക്കൂ, ഇതേമാതിരി 3 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 200 ഗ്രാം വൈറ്റ് ഷുഗർ പഞ്ചസാര, 200 ഗ്രാം ബ്രൗൺ ഷുഗർ, ബ്രൗൺ ആയിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ട, 200 ഗ്രാം ബ്രൗൺ ഷുഗർ, 200 ഗ്രാം വൈറ്റ് ഷുഗർ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 400 ഗ്രാമിൻ്റെ ഒരു ബ്ലോക്ക് പീസ് ബട്ടറാണ്. ഇത് നല്ല സോഫ്റ്റാണ്. ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് ഇത് നല്ലതുപോലെ സോഫ്റ്റാക്കിയതാണ്. ഈ ഒരു വിധം ഒന്ന് സോഫ്റ്റാക്കി എടുത്ത് നോക്കൂ, നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായതാണ്. അത് നമുക്ക് പഞ്ചസാരയും ഇതെല്ലാം കൂടി ഇട്ട് അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് അടുത്തത് ആവശ്യമായ സാധനമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതേമാതിരി ഒരു കിൻഡർ ചോക്ലേറ്റ്, കാണാലോ, കിൻഡർ ചോക്ലേറ്റ് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുത്താണ്. നോക്കൂ, കിൻഡർ ചോക്ലേറ്റ്. ഇത് ഒരു വെറൈറ്റി കുക്കീസാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇതേമാതിരി ഒരു പാക്കറ്റ് കിൻഡർ ചോക്ലേറ്റ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ നമുക്ക് അവിടുത്തത് ആവശ്യമായ സാധനം ഡിസൈൻ ചെയ്യാൻ ചോക്ലേറ്റ് ചിപ്സാണ് വേണ്ടിയുള്ളത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കിൻഡർ ചോക്ലേറ്റിൻ്റെ കൂടെ മിക്സാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഒരു 250 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വാനില പൗഡർ ഒരു ചെറിയ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ വെറൈറ്റി കുക്കീസിന് ആവശ്യമുള്ള സാധനങ്ങൾ. എന്നാലും നമുക്ക് തുടങ്ങാലോ. മെഷീനിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാൻ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ മെഷീനിലാണ് അടിച്ചെടുക്കുന്നത്. ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പഞ്ചസാരയും ബട്ടറും കൂടെ നല്ലതുപോലെ ഒന്ന് ക്രീമാക്കി എടുക്കണം. എല്ലാം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്താൽ അടുത്ത് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയും ഇതെല്ലാം കൂടി നമുക്കിട്ട് നല്ലതുപോലെ ഒന്ന് ക്രീമാക്കി എടുക്കാം. മെഷീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ക്രീമാക്കി വരട്ടെ. മുട്ടയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുട്ടയും ബട്ടറും പഞ്ചസാരയും എല്ലാം അടിപൊളി ക്രീമായി വന്നിട്ടുണ്ട്. നോക്കൂ, അടുത്ത നമുക്ക് ഇനി ഇതിലോട്ട് നോക്കൂ, നിങ്ങൾക്ക് കാണാനോ, ഇതേമാതിരി മുട്ടയും പഞ്ചസാരയും എല്ലാം ഇതേമാതിരി ക്രീമാക്കി കിട്ടുമ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ട് മാവ് കോൺഫ്ലവർ നമ്മളെല്ലാം കൂടെ മിക്സാക്കി വെച്ച ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ മാവ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, മെഷീനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇതിലോട്ടൊന്ന് മാവൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഈ കിൻഡർ ചോക്ലേറ്റും ഈ ചോക്ലേറ്റ് ചിപ്സും കൂടെ അതിലോട്ടൊന്ന് ആ മെഷീനിലോട്ടൊന്ന് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ചോക്ലേറ്റ് ചിപ്സ് മെഷീനിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അടുത്തത് നമുക്ക് കിൻഡർ ചോക്ലേറ്റ്, അത് നമുക്ക് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
ഞാൻ വിട്ടുപോയിട്ടുണ്ട്. 5 കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. 400 ഗ്രാം 400 ഗ്രാം ബട്ടറിന് 5 കപ്പ് മാവ് നിങ്ങൾ എടുക്കണം. ഞാനിവിടെ കുറച്ചുകൂടെ മാവ് ചേർത്ത് കൊടുത്തു. അപ്പോൾ 5 കപ്പ് മാവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെഷീൻ ഓഫാക്കി ഈ മാവ് നമുക്കൊന്ന് പുറത്തെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി റെസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇതാ നോക്കി കാണാലോ നിങ്ങൾക്ക്. നോക്കിക്കാണി, ഈ സോഫ്റ്റ് നോക്കിക്കാണി, നിങ്ങൾ നോക്കിക്കാണി, ഇതിൻ്റെ സോഫ്റ്റ് നോക്കിക്കാണി എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ എല്ലാം ഇതേമാതിരി 5 കപ്പ് മാവാണ് സഹോദരങ്ങൾ. നിങ്ങൾ എല്ലാവരും ഇതേ സെയിം തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് വെച്ചാലും പ്രശ്നമില്ല. നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊന്ന് കുക്കീസ് ഉണ്ടാക്കാം. മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് 20 മിനിറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ഞാൻ ഇതേമാതിരി ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതാ നോക്കൂ, ഇതേമാതിരി ഞാൻ ട്രേ എടുത്തിട്ടുണ്ട്. ട്രേയിൽ ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. ഇതാ നോക്കൂ, ട്രേയിലോട്ട് ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. ഇനി ഈ കുക്കീസിൻ്റെ മാവാണിത്. ഇനി നമുക്കിതൊന്ന് ബോൾ പിടിച്ചിട്ട് അതിലോട്ട് വെച്ച് ഇതേമാതിരി നമ്മൾ ജസ്റ്റ് ഇതേമാതിരി ഒരു ബോൾ പിടിച്ച്, ചെറിയ ബോളേ ആക്കാവൂ, ഇതേമാതിരി ഒരു ബോൾ കണക്ക് ഇതേമാതിരി ബോൾ പിടിച്ച് വെച്ചിട്ട് എല്ലാം ഇതേമാതിരി ചെയ്ത് കാണിച്ചു തരാം. നോക്കൂ, ഇതേമാതിരി ചെറിയ ബോളുകൾ നമുക്ക് ഒന്ന് ആക്കിയെടുക്കണം. ചെറിയ ബോള്, ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബിൽ കോരിയെടുത്താലും മതി, ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ബോളുകളാക്കിയാലും മതി. എന്നിട്ട് നമ്മൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചല്ലോ, അത് എല്ലാത്തിൻ്റെ മുകളിലും ഇതേമാതിരി ഒന്ന് ഡിസൈൻ ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കാം. എല്ലാം ചോക്ലേറ്റ് ഇതേമാതിരി എല്ലാം ഇതിൻ്റെ മുകളിലോട്ട് അവിടെ ഡിസൈൻ ചെയ്ത് വെച്ച് കൊടുക്കാം. നമുക്കിനി ഓവനിലോട്ടൊന്ന് വെച്ചാലോ. ഓവനിൽ വെക്കുന്നത് 180 ഡിഗ്രി ചൂടും ഒരു 20 മിനിറ്റ് വേണ്ടി. 18 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളണം. എന്നാൽ ഓവനിലോട്ട് വയ്ക്കാൻ പോവാമല്ലോ. 180 ഡിഗ്രി ചൂടും 18-20 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്കിതെടുക്കാം. കാണാമല്ലോ, ഓവൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓവൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 18 മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. കുക്കീസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുക്കീസ് ഇവിടെ ഞാൻ 18 മിനിറ്റ് എടുത്തപ്പം തന്നെ ഇത്രയും കളർ അധികമായി. നോക്കൂ സഹോദരങ്ങളെ, അടിപൊളിയായിട്ടുണ്ട് കുക്കീസ്. ഞാൻ ഇതേമാതിരി ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, തബാറകത്ത റഹ്മാൻ. നോക്കൂ, മാഷാ അല്ലാഹ്, തബാറകത്ത റഹ്മാൻ. വാവ്, യു സി ഓൾ കുക്കീസ് നമുക്ക് ഇതിലോട്ടൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. അടിപൊളിയായി. നോക്കിക്കാണി, നിങ്ങൾ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിയാണി. നമുക്ക് എത്ര ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് 2 കുക്കീസ് എടുത്ത് ഒരു ഗ്ലാസ് ചായ ഇട്ടിട്ട് നമുക്ക് കൊടുക്കാൻ നല്ല എളുപ്പം നമുക്ക് ഉണ്ടാക്കി ഒരു ബോട്ടലിനകത്തോട്ട് ഇട്ട് വയ്ക്കുമ്പോൾ സൂപ്പറാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എടുക്കുക, അങ്ങോട്ട് കൊടുക്കുക. നോക്കൂ സഹോദരങ്ങളെ, ഈ കുക്കീസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിക്കാണി എങ്ങനെ ഉണ്ടെന്ന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. പിന്നെ നിങ്ങൾക്ക് ഈ കുക്കീസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.